എല്ലാ സംഘടനകൾക്കും ഡിമാൻഡുകൾ വെക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ സംഘടനകൾക്കും അവരുടെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ ശക്തമാക്കാനുള്ള അവകാശമുണ്ട് എല്ലാ സംഘടനകൾക്കും. അതുപോലെ INTUC എന്ന സംഘടനയ്ക്കും അതിൻ്റേതായ ഡിമാൻഡുകളുണ്ട്. ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. 12 ഡിമാൻഡുകളാണ്. ആ 12 ഡിമാൻഡുകളും നമ്മളെല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വേദി മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു കൊടുത്ത ഡിമാൻഡിൽ നിന്ന് ഒരാൾ മാറി വേറൊരു മുദ്രാവാക്യം വിളിക്കുമ്പം ബാക്കിയുള്ളവരെല്ലാം കൂടി അതിൻ്റെ കൂടെ ചെന്ന് കയറാൻ പറ്റുമോ? നമ്മുടെ അവരുടെ സമരത്തിനൊന്നും എതിരല്ല, ഒരു കാലത്തും എതിരല്ല. ആർക്കും സമരം ചെയ്യാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിച്ചുയർത്തി ഒന്നിച്ചംഗീകരിച്ച് 12 വർഷം കൊണ്ട് നടക്കുന്ന ദേശീയ മുദ്രാവാക്യത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വ്യത്യസ്തമായ മുദ്രാവാക്യം അതേ ആവശ്യത്തിന് വേണ്ടി ഉയർത്തുന്നത് ന്യായമല്ല. ആഴവും വ്യാപ്തിയും അർത്ഥവും അറിയാത്ത ചാട്ടങ്ങൾക്ക് വലിയ വലിയ സ്ട്രഗിൾ നടത്തേണ്ടി വരും. മറുനാടനൊപ്പം എന്നുള്ളത് INTUC സംസ്ഥാന പ്രസിഡന്റായ R ചന്ദ്രശേഖരനാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്നെല്ലാം. അത്തരത്തിലൊരു പ്രസ്താവനയ്ക്കുള്ള കാരണം എന്താണ്? അല്ല, ഞങ്ങൾ ഇതിനകത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, എല്ലാ സംഘടനകൾക്കും ഡിമാൻഡുകൾ വെക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ സംഘടനകൾക്കും അവരുടെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ ശക്തമാക്കാനുള്ള അവകാശമുണ്ട് എല്ലാ സംഘടനകൾക്കും. അതുപോലെ INTUC എന്ന സംഘടനയ്ക്കും അതിൻ്റേതായ ഡിമാൻഡുകളുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മളെടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ കഴിഞ്ഞ 12 വർഷത്തിലേറെയായി, അതായത് 2010 ആരംഭിച്ചു, 12 മുതൽ ശക്തമായി. അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. 12 ഡിമാൻഡുകളാണ്. ആ 12 ഡിമാൻഡുകളും നമ്മളെല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വേദി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് പദ്ധതി മേഖലയിലെ തൊഴിലാളികളെ വർക്കറായി അംഗീകരിക്കണം. ഇതാണ് ഡിമാൻഡ്. അത് എല്ലാവരും ഒന്നിച്ച് ഈ പറഞ്ഞ കേന്ദ്ര സംഘടനയുടെ ഭാഗമാണ് AIUTUC. എല്ലാവരും ഒന്നിച്ച് കൊടുത്ത ഡിമാൻഡിൽ നിന്ന് ഒരാൾ മാറി വേറൊരു മുദ്രാവാക്യം വിളിക്കുമ്പം ബാക്കിയുള്ളവരെല്ലാം കൂടി അതിൻ്റെ കൂടെ ചെന്ന് കയറാൻ പറ്റുമോ? പ്രയാസമല്ലേ? ആണോ അല്ലേ? ന്യായമാണോ അന്യായമാണോ? ഇതാണ് നമ്മുടെ നിലപാട്. നമ്മുടെ അവരുടെ സമരത്തിനൊന്നും എതിരല്ല, ഒരു കാലത്തും എതിരല്ല. ആർക്കും സമരം ചെയ്യാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അപ്പോൾ അവിടെ സമരം ചെയ്യുന്നതിനൊന്നും ഒരു തർക്കവും നമുക്കില്ല. അത് അവരുടേതായ സമരം അവരുണ്ട്. നമ്മൾ പറയുന്നത് സംഘടനാപരമായ കാര്യമാണ്. ആ സംഘടനാപരമായ സമരത്തിൽ ഇവർ ഒന്നിച്ചുയർത്തി ഒന്നിച്ചംഗീകരിച്ച് 12 വർഷം കൊണ്ട് നടക്കുന്ന ദേശീയ മുദ്രാവാക്യത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വ്യത്യസ്തമായ മുദ്രാവാക്യം അതേ ആവശ്യത്തിന് വേണ്ടി ഉയർത്തുന്നത് ന്യായമല്ല, അത് തെറ്റാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അത് നമ്മൾ വ്യക്തമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ സമരത്തിന് നമ്മൾ എതിരല്ല, ഒരിക്കലുമല്ല. പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകളുണ്ട് എന്ന് അല്ല, അതറിയില്ല. SUCI എന്ന് പറഞ്ഞ സംഘടനയാണല്ലോ. അതിൻ്റെ പ്രകടമായ മുദ്രാവാക്യവും അവരുടെ പോസ്റ്ററും എല്ലാം നമ്മൾ കാണുകയല്ലേ. INTUC ഒരു സമരത്തോട് വിട്ടുനിൽക്കാൻ അകൽച്ചയുമായി നിൽക്കുകയല്ലല്ലോ. ഇതിൻ്റെ അർത്ഥം അങ്ങനല്ല. നമ്മൾ ഒന്നിച്ച് പറയുന്ന മുദ്രാവാക്യത്തിൽ നിന്ന് മാറി ഒരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതെല്ലാവരുമായി കൂടി ആലോചിക്കാമായിരുന്നു എന്നുള്ളൊരു സ്റ്റാൻഡ് നമുക്കുണ്ട്. അത് പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലൊരു മുദ്രാവാക്യമുണ്ട്, ആറ്റിലേക്ക് അച്യുത ചാടല്ലേ ചാടല്ലേ. ആറിൻ്റെ ആഴം, ആറിൻ്റെ വ്യാപ്തി, ഇതൊക്കെ നമ്മൾ ഏത് കാര്യത്തിലും ഉണ്ടാവണം. ആഴവും വ്യാപ്തിയും അർത്ഥവും അറിയാത്ത ചാട്ടങ്ങൾക്ക് വലിയ വലിയ സ്ട്രഗിൾ നടത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ എടുക്കുമ്പം പൊതുവായി ഒന്ന് കൂടി ആലോചിക്കാമായിരുന്നു. കാരണം കേന്ദ്ര സംഘടനകൾ ഒന്നിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ പൊതുവായിട്ടൊന്ന് കൂടി ആലോചിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ കൊള്ളാം, സെയിം മുദ്രാവാക്യത്തിനായിരിക്കണം. ഏത് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന എൻ്റെതായ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ ഡീവിയേഷൻ ഇല്ലാതെ നടത്തുന്ന സമരമാണെങ്കിൽ ഓക്കെ, എല്ലാവരും സഹായിക്കും. ഞാൻ ഒപ്പിട്ട് കൊടുത്ത മുദ്രാവാക്യത്തിൽ ഞാൻ തന്നെ ഭേദഗതി വരുത്തി വേറൊരു ആവശ്യം ഉന്നയിക്കുന്നത് അവർക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം പഴിചാരുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് 2 ഗവൺമെൻറ്റുകൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെങ്കിലും അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് കേരളത്തിലാണ്, ഓരോ സംസ്ഥാനങ്ങൾക്കുമാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് പദ്ധതിയുടെ ഭാഗമാക്കി
ഇവരുടെ ശാശ്വത പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. വളരെ നന്ദി പ്രതികരിച്ചതിൽ. എന്തായാലും ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തിനോട് INTUC അകൽച്ചയില്ല എന്ന് INTUC സംസ്ഥാന പ്രസിഡന്റായ R. ചന്ദ്രശേഖരൻ ഇക്കഴിഞ്ഞ ദിവസവും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പഴിചാരലായി മാത്രം ഈ ഒരു വിഷയം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.